അയ്യോ ചോര, എന്റെ ഈശ്വരാ. ഇതവന്റെ ചോരയാ, സഹദേവന്റെ. അപ്പോഴേക്ക് കൊല്ലരും കഴിഞ്ഞു. അയ്യോ മിണ്ടാതിരിടാ. എടാ ശരത്തെ, നിനക്ക് വെള്ള ഷർട്ടും മുണ്ടുണ്ടോടാ? ഉണ്ടെങ്കിൽ എടുത്ത് തേച്ച് വെച്ചേര്. നാളെ സഹദേവൻ നിശ്ചയിച്ച അതേ മുഹൂർത്തത്തിൽ നിന്റെയും ശാരിയുടെയും കല്യാണം ഞാൻ നടത്തും. അങ്കിളെ, ആശ്വസിപ്പിക്കാനാണെങ്കിൽ ഇങ്ങനെ നുണ പറഞ്ഞ് പറ്റിക്കല്ലേ. എടാ, ഇവന് വേണ്ടി അറബികളെ വരെ വെല്ലുവിളിച്ചവനാ ഞാൻ. പിന്നെ ആ ഒരു ഡൂക്കിലി സഹദേവൻ. ചേട്ടാ, ശരിക്കും എന്തോ സംഭവിച്ചേ? ഞാനിവിടെ നിന്ന് കഥ പറയണോ അതോ കല്യാണം നടത്തണോ? പെങ്ങളെ അളിയനെ നമ്മൾ കുതിരട്ടത്ത് പോയി കാണേണ്ടി വരും. അമ്മ ഒന്ന് പോയി ചോദിക്കമ്മ. ശ്രദ്ധിച്ച്, മാനസിക നില തെറ്റിക്കിടക്കുക കേട്ടോ. 8 മണിക്ക് തന്നെ ആദ്യത്തെ പന്തി തുടങ്ങി. ഇതാ മറ്റേ ചെക്കൻ്റെ അച്ഛനല്ലേ? മഴയായതുകൊണ്ടാ ഇനി ആള് വരാനുണ്ട്. ഒരു ഭയങ്കര ചിരിയും കളിയൊക്കെ ആണല്ലോ. ഇതിപ്പോ ശരത്തിന്റെ കല്യാണം തന്നെയല്ലേ? ചില വില്ലന്മാരിങ്ങനെ ചിരിച്ചോണ്ട് കഴുത്ത് മുറിക്കും. ഇനിയിപ്പോ മറ്റൊരു താലപ്പത്തിനെ കാണാൻ വേണ്ടി വിളിക്കുകയാണ് അവനെ. സമയമായി, മോളെ വിളിക്കും, മോളെ വിളിക്കും. മുഹൂർത്തമായി, താലി അങ്ങോട്ട് കൊടുത്താൽ കെട്ടിയാട്ടെ, കെട്ടിയാട്ടെ. അങ്ങനെ ശരത്ത് ശാരീനെ കല്യാണം കഴിച്ചു. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. നീ ശാരിയുടെ അച്ഛനെങ്ങാനും പ്രാന്തായതാണോ? ആയിക്കും. ആയിക്കോട്ടെ. എന്തായാലും സംഭവിച്ചു. ചോദിച്ചാലോ? ചോദിക്കാം. കണക്കൂട്ടല്ല അങ്കിളെ, ഇനിയെങ്കിലും ഒന്ന് പറ, ശരിക്കും ആ മുറിക്കുള്ളിൽ എന്താ സംഭവിച്ചേ? എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിക്കാതെ കല്യാണം നടക്കൂല്ലോ. അതറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടല്ലോ. ഉണ്ട്. പറയാങ്കിൾ പ്ലീസ്. രജനീകാന്ത്. എത്ര കാലമായി ഞാൻ നിന്നെ ഒന്ന് തൊടാൻ, കല്യാണം കഴിക്കാൻ വേണ്ടി. ഞാനൊക്കെ ചെയ്ത ത്യാഗങ്ങളെ. എന്തിന്? നമ്മുടെ കല്യാണത്തിന് വേണ്ടി. 1 മിനിറ്റ് ആ ട്രെയിൻ നേരത്തെ ആയിരുന്നെങ്കിലുണ്ടല്ലോ. ആരോ വന്നു. അത് നിനക്ക് തോന്നിയതാ? ഇല്ല, തട്ടുന്നു. നമുക്ക് നാളെ തുറന്നാ പോരെ? പോയി തുറക്ക്. എന്റെ അമ്മയെ പോലെ ആവോ? ഓരോരോ കട്ടുറുകൾ. മരുമോനെ, അമ്മാവാ എവിടെ എത്തി കാര്യങ്ങള്? എന്തമ്മാവ ഇപ്പോ? എത്തിയിടത്തോളം അവിടെ നിൽക്കട്ടെ. ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. ഇപ്പോഴോ? നാളെ പറഞ്ഞ ശരിയല്ല, പെട്ടെന്ന് വാ. 1 മിനിറ്റ്. എന്താടാ അമ്മാവാ? എടാ, പകുതി പാരി കുടിച്ചിട്ട് ബാക്കിയൊക്കെ കൊടുത്തില്ലേ? ഇത് ചോദിക്കാൻ വേണ്ടിയാണോ എന്നെ ഇപ്പൊ വിളിച്ചത്? ഇത് ചോദിക്കാനല്ല. അച്ഛൻ അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും ഞങ്ങളോട് പറഞ്ഞ്. ഓളുമ്പോൾ വിചാരിക്കുമ്പോഴുള്ളൊരു കുട്ടിയല്ല മോനെ. ഞെട്ടിയില്ലേ? കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി. എന്താ ഇവിടെ? എന്തുണ്ടായി? ചോര. പ്രഭാര മോളെ വേണ്ട,
ഞാൻ എന്റെ ശരീരം മുഴുവൻ കീറി മുറിക്കും. കണ്ടോ പ്രഭാകരൻ, അവളുടെ കയ്യിലും ഞരമ്പ് മുറിച്ചു. എന്തിനു? ഇവളോട് സമ്മതം ചോദിക്കാതെ കല്യാണം ഉറപ്പിച്ചത്. പറ്റിപ്പോയി. മോളെ, സ്വന്തം ജീവൻ കളഞ്ഞിട്ട് ആർക്കും ഒന്നും നേടാനാവില്ല. സഹദേവ, വല്ല തുണിയോ തോർത്തോ ഉണ്ടെങ്കിൽ എടുക്ക്. മോളെ, അങ്കിളാ പറയുന്നത്. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. മോളുടെ സമ്മതമില്ലാത്ത ഒരു കാര്യവും നടത്താൻ അങ്കിള് സമ്മതിക്കില്ല. ഇങ്ങോട്ട് താ, ഇത് തരാൻ. ഞാൻ കൈ കെട്ടാൻ വേണ്ടി ചെന്ന അവള് സമ്മതിച്ചില്ല. ഇഷ്ടമില്ലാത്ത കല്യാണാണെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചാ പോരെ. അതല്ല പ്രശ്നം. ഇവൾക്ക് വേറൊരു ചെറുപ്പക്കാരനുമായി ചെറിയൊരു ഇഷ്ടമുണ്ട്. എന്നെ കൊണ്ടാവുന്ന പോലെ എല്ലാം ഞാൻ തടഞ്ഞു. അന്നൊക്കെ ഞാൻ പറഞ്ഞത് അവള് കേട്ടു. ഒരു പ്രശ്നമില്ലായിരുന്നു. അതല്ല, എന്നോട് കള്ളം പറഞ്ഞു. എന്ത് കള്ളം? അത് പിന്നെ ഞാൻ അവന്റെ വീട്ടുകാരോട് സംസാരിച്ചെന്നും അവർക്ക് താല്പര്യമില്ല എന്നും ഞാനൊരു കള്ളം പറഞ്ഞു. എന്നിട്ട് അവര് തമ്മി കണ്ടു. അപ്പൊ തുടങ്ങിയതാ. അവനെ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞ് ഒറ്റ നിപ്പ. അത് ശരി. എന്താ ഈ കുരുക്ക്? അത് പിന്നെ ഞാനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി അപ്പോഴില്ലേ ഞരമ്പ് മുറിച്ചത്. ഒരു വാക്ക് പറഞ്ഞാ പിന്നെ അവള് മാറില്ല. എനിക്ക് അനുഭവം ഉള്ളതല്ലേ. ഇതിപ്പോ ആകെ നാണക്കേടായല്ലോ. അല്ല, ആരാ ഈ ചെറുക്കൻ? നീ അറിയും. നമ്മുടെ മോൻ ശരത്ത്. ആര്? എന്റെ മോൻ ശരത്തോ? സത്യമാണ് പ്രഭാകര. കാര്യം ഞങ്ങൾക്കെല്ലാം അവനെ ഇഷ്ടമാണ്. പക്ഷേ ഒരു നായർ ചെക്കൻ എന്റെ മരുമോനായിട്ട് വരണമെന്ന് ഞാൻ അങ്ങ് സങ്കല്പിച്ചു പോയി. അല്ല, നിനക്ക് ഈ ബന്ധത്തിൽ എതിർപ്പൊന്നുമില്ലല്ലോ? അങ്ങനെ ചോദിച്ചാൽ അവന്റെ വിവാഹത്തെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇനി ചിന്തിച്ചൂടെ? നാളെ രാവിലെ വരെ സമയമുണ്ട്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ ഈ കല്യാണം നടത്തും, ഇല്ലേ? അതിന് ഞങ്ങളുടെ വീട്ടിലുള്ള ആരും നായരല്ല. മനുഷ്യരാണല്ലോ, അത് മതി. നായരെന്ന് പറയുമ്പോ വളരെ ഉയരത്തിലുള്ള ഈ തെങ്ങ് കയറ്റക്കാരെക്കാട്ടി ഉയരത്തിലല്ലോ മറ്റാരും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണല്ലോ പ്രമാണം പ്രഭാകര. അതല്ല, അമേരിക്കയിലുള്ള സുമയുടെ സഹോദരന്റെ മകളുടെ ഒരു ആലോചന വന്നിട്ടുണ്ടേ. അവർക്ക് ഇവനെ തന്നെ മതി. ഞങ്ങൾക്ക് ഇവനെ തന്നെ മതി. അല്ല, ഇപ്പൊ ഉള്ള പയ്യന്റെ വീട്ടുകാരോട് എന്ത് പറയും? ഞാൻ പറയണം? അല്ല, ഞാൻ പറഞ്ഞോളാം. എന്നാലും അതെങ്ങനെ ശരിയാവും? ശരത്തിനൊരു ജോലി പോലും ഇല്ലല്ലോ. എന്തിനാ പ്രഭാകര ജോലി? എനിക്കുള്ളതല്ലേ അവനുള്ളതല്ലേ? എന്നാലും ഒരെന്നാലുമില്ല. സമ്മതിച്ചു, സമ്മതിച്ചു, ഉറപ്പിച്ചു കേട്ടാ. എനിക്ക് വീട്ടിൽ പോയിട്ടൊന്ന് ആലോചിക്കണം. കാര്യങ്ങൾ ശുഭമാണെങ്കിൽ ഞാൻ ടെറസിൽ കയറിയെന്ന് 1 മണിക്കൂറിനുള്ളിൽ കൈപൊക്കി കാണും. ഞാൻ ഇപ്പോഴേ അവിടെ പോയി നിൽക്കും. ഓക്കേ. അല്ല പ്രഭാകര, നീ എന്തോ ചോദിക്കാൻ വേണ്ടിയല്ലേ തള്ളി കയറി വന്നത്? നീ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ ഞാൻ പറയാൻ വന്ന കാര്യം ഞാൻ മറന്നുപോയി. ഒന്ന് ഓർത്തു നോക്കി. ഇനി അതോർത്തോണ്ട് ഞാനിവിടെ നിൽക്കണോ അതോ ടെറസിൽ പോയി കൈപൊക്കണോ? കൈപൊക്കി കാണിച്ചാൽ മതി. പൊയ്ക്കോ. പിന്നെ പുറത്ത് ആരോടും പറയണ്ട ഇവിടെ നടന്ന കാര്യം. ആഭരണങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ മതി. സഹദേവന്റെ പെർഫോമൻസോ അമ്മയുടെ കണ്ണീരോ കണ്ടിട്ടല്ല. എൻ്റെ മോനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ആ പെണ്ണ് നിന്നൊരു നിൽപ്പ് അവളുടെ കണ്ണുകളിലെത്തി. അവിടെ പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റില്ല. ഗുഡ് നൈറ്റ്. എന്താ പറ്റിയത്? അമ്മാവനെന്താ പറഞ്ഞേ? കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. അല്ല, അത് എന്നെ നീ ഹീറോ ആവാൻ സമ്മതിക്കില്ലല്ലേ?